ഹായ് എവറി വൺ, എല്ലാവർക്കും നമസ്കാരം. സ്കോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് HSST കെമിസ്ട്രീൻ്റെ അടുത്തൊരു ടോപ്പിക്കാണ്. ഗ്രൂപ്പ് 14 ഫാമിലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, എന്നാലും നമുക്ക് അതിൻ്റെ ബാക്കി പറഞ്ഞു പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഗ്രൂപ്പ് 13 ഫാമിലി കണ്ടു. ഇന്ന് നമ്മൾ ഗ്രൂപ്പ് 14 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രൂപ്പ് 14 ഫാമിലിയിൽ നമുക്കറിയാം, നമുക്കുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ് ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമുലാസ്, അതിൻ്റെ കെമിക്കൽ സിമ്പിൾസ്. സോ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർബണിന് വരുന്നത് 1s2 2s2 2p2 ആണ്. ആൻഡ് സിലിക്കണിൻ്റെ കേസിൽ നിയോൺ കോൺഫിഗറേഷൻ പ്ലസ് 3s2 3p2 വരും. ആൻഡ് ജെർമേനിയം ആർഗൺ കോൺഫിഗറേഷൻ 4s2 4p2 വരും. ആൻഡ് ടിന്ന് വരുമ്പോൾ ക്രിപ്റ്റൺ കോൺഫിഗറേഷൻ പ്ലസ് 5s2 5p2 വരും. ആൻഡ് ലെഡിൻ്റെ കേസിൽ സെനൻ പ്ലസ് 6s2 6p2 വരും. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. നമുക്കറിയാം ജെർമേനിയം തൊട്ട് അവിടെ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദാറ്റ് എന്താണ്, പുവർ ഷീൽഡിങ് ആയിരിക്കും അല്ലേ. എസ് ഷെല്ലുള്ള സ്ഥലത്താണ് ഷീൽഡിങ് കൂടുതലായിട്ടുണ്ടാകുക. ഡി ആൻഡ് എഫ് വരുമ്പോൾ പുവർ ഷീൽഡിങ് ആയിരിക്കും. സോ ദാറ്റ് ഈ പുവർ ഷീൽഡിങ് കാരണം അവിടെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള കാര്യമാണ് സ്ക്രീനിങ് എഫക്റ്റ്, ഇനേർട്ട് പെയർ എഫക്റ്റ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനിയും അതിൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ പറയുന്നത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. സോ ദാറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ ചെയ്യാം. ഇനിയും ക്ലാസ് ഏതൊക്കെ ഡിഫിക്കൽട്ട് ടോപ്പിക്സിലാണ് വേണ്ടത് എന്നുള്ളതുണ്ടെങ്കിൽ കൂടി കമൻറ്റ് ചെയ്യുക. അതേപോലെ റിവിഷൻ ക്ലാസ് ആണോ, വീക്കെൻഡ്സിൽ റിവിഷൻ വേണോ, അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ HSSTൻ്റെ കാര്യങ്ങൾ, നമ്മൾ കെമിസ്ട്രി കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പഠിക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു, അതാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്. എനിക്ക് പിന്നെ കമൻസ് ഒന്നും വന്നില്ല. സോ ദാറ്റ് ഞാനും കുറച്ച് ലേസി ആയിപ്പോയി. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ഉഷാറുണ്ടാവുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യുക, ദയവ് ചെയ്ത് റിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രൂപ്പ് 14 ഫാമിലിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കണ്ടു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു, ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാൻ വേണ്ടി പോകും, നമുക്കറിയാം NS2 NP2 ആണ് ഇതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് അല്ലേ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നമുക്കറിയാം ഈ 2 ഇലക്ട്രോൺസിനെയും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ ഈ 2 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഒന്നുകിൽ +4 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ ഈ +4 കാണിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് +2 അത് ഇൻക്രീസ് ചെയ്യും ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ. എന്താണ് കാരണം? നമ്മുടെ ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് ഹാപ്പൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുമ്പം ഇലക്ട്രോൺസിന്, അതായത് ഇന്നർ ഇലക്ട്രോൺസിന് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റിലക്റ്റൻസിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ +4 കാണിക്കണമെങ്കിൽ ഈ രണ്ടും എന്ത് ചെയ്യണം, പോകണം അല്ലേ. പക്ഷേ ഈ ഇലക്ട്രോൺസ് ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം പോകുന്നില്ല. സോ ദാറ്റ് ഈ +4 കാണിക്കാനുള്ളത് ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ 2 മാത്രം പോകുന്നു എന്നുള്ളതാണ്. 2 മാത്രം, പിയിലുള്ള ഈ 2 ഇലക്ട്രോൺസ് മാത്രം പോകുന്നു. സോ ദാറ്റ് +2ൻ്റെത് ഇൻക്രീസ് ചെയ്ത് വരുന്നു താഴോട്ട് പോകും തോറും. ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ്, സ്ക്രീനിങ് എഫക്റ്റ്, എന്താണ് ന്യൂക്ലിയർ ചാർജ്, അവയായിട്ടുള്ള റിലേഷൻ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഇതിലുള്ള ജനറൽ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിനനുസരിച്ച് നമുക്ക് പഠിച്ചു പോകാം എന്നുള്ളതാണ്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് അയണൈസേഷൻ എൻതാൽപ്പി, അതേപോലെയുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അങ്ങനെയുള്ള എനർജറ്റിക്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്താണ്? കാർബണിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് അങ്ങനെ വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ച് നമുക്ക് ഇൻ കേസ് ഓഫ് ടിൻ ആൻഡ് ലെഡ് കാണാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്തുണ്ട് നമുക്കറിയാം, ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അവയ്ക്ക് സ്ക്രീനിങ് എഫക്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ യൂഷ്വലി കാണിക്കുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഇവർക്ക് അയണൈസേഷൻ എന്തൽപ്പിൽ കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിന് പുവർ സ്ക്രീനിങ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ ന്യൂക്ലിയസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടും. സ്ക്രീനിങ് എഫക്റ്റ് കൂടുമ്പോൾ ആണല്ലോ പിന്നെ എന്ത് സംഭവിക്കുന്നത്,
പിന്നെ ഈ ന്യൂക്ലിയർ ചാർജ് കൂടുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഇവിടെ സ്ക്രീനിങ് എഫക്റ്റ് ഇല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് സ്ക്രീനിങ് എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? കുറയും. കാരണം അവിടെ ഒരു മറയുണ്ട്. സോ ദാറ്റ് ഇലക്ട്രോൺസിനെ പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ക്ലാസ്സിലേക്ക് പോയിട്ട് നിങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഒന്ന് കണ്ടു നോക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. ഈ പ്ലേലിസ്റ്റിൽ എവിടെയെങ്കിലും അയണൈസേഷൻ എന്തായാലും ന്യൂക്ലിയർ ചാർജും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അത് പോയി നോക്കി നോക്കുക. ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കുറയുന്ന കാരണം കൊണ്ട് തന്നെ DN ഇലക്ട്രോൺസ് വരുമ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ്. സോ ദാറ്റ് അത്രയും അട്രാക്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയറിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പം ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ കേസ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ഇല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്, ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. എന്താണ് അവിടെ ആറ്റോമിക് സൈസ് കൂടുന്നുണ്ട്. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് ലെഡിൻ്റെത് എന്ന് പറയുന്നത് ടിന്നിനെക്കാട്ടിൽ കൂടുതലാണ്. അത് നമ്മൾ പറഞ്ഞത് സ്ക്രീനിങ് എഫക്റ്റ്, പുവർ സ്ക്രീനിങ് എഫക്റ്റാണ് കാരണം. അതുകൊണ്ടാണ് ലെഡിന് ടിന്നിനെക്കാട്ടിൽ കൂടുതൽ ഇലക്ട്രോൺ ആക്ടിവിറ്റി ഉള്ളത് എന്നുകൂടെ ഓർത്തിരിക്കുക. ഇനി പറയാനുള്ളത് മെറ്റാലിക് ക്യാരക്ടറാണ്. എന്താണ് മെറ്റാലിക് ക്യാരക്ടർ? അതായത് ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിൽ ഏതൊക്കെ ക്യാരക്ടർ കാണിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പി ബ്ലോക്ക് എല്ലാത്തരം എലമെൻറ്റ്സും ഉണ്ടല്ലേ. മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസിൻ്റെ എല്ലാം ഉണ്ട്. ഇവിടെ കാർബൺ എന്ന് പറയുന്നത് നോൺ മെറ്റലാണ്. പ്യുവർലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതെന്താണ്, മെറ്റൽ അല്ല, നോൺ മെറ്റൽ ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ സിലിക്കൺ ആൻഡ് ജെർമേനിയം നമ്മൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നതാണ്. അതെന്താണ്, മെറ്റലോയിഡ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ടിൻ ആൻഡ് ലെഡ് മെറ്റലാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. മെറ്റൽ അയൺസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് താഴോട്ട് വരുന്തോറും കുറയുന്നുണ്ട്. അത് നമ്മൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു എന്ന് കുറേ കാലമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ +2 തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുക. ബേസിക് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് പിന്നെ ആ എക്സെപ്ഷൻസ് മാത്രം പഠിച്ചാൽ മതി. സോ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഗ്രൂപ്പ് 14 എലമെൻസിൻ്റെ. എന്താണ്, അവർക്ക് കാറ്റനേഷൻ ഉണ്ട്, അതായത് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ കാർബണിൻ്റെ കേസിൽ പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന വലിയൊരു ശാഖ തന്നെ, ഒരു വലിയ ബ്രാഞ്ച് തന്നെ ഈ കാറ്റനേഷൻ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഹൈഡ്രോ കാർബൺസിൻ്റെ ഫോർമേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ ഗ്രൂപ്പ് 14 എലമെൻസിന് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാറ്റനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കാർബൺ ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും ബോൺസ്. പി ഓവർലാപ്പ് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ബോൺസ് ഇങ്ങനെ ഫോം ചെയ്യും. അതുപോലെ ഈ പൈ ബോൺസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് കാർബണിൻ്റെ കേസിൽ. അതൊക്കെയാണ് കാർബണിൻ്റെ ഒരു യുണീക്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. മറ്റുള്ള എലമെൻറ്റ്സ് നോക്കുമ്പോൾ കാർബണിൻ്റെ ഈ സ്മോൾ സൈസ്, നമ്മൾ അനോമലസ് ബിഹേവിയർ പറയുന്നുണ്ട്. ജനറലായിട്ട് ഫസ്റ്റ് എലമെൻറ്റിനുള്ള എല്ലാ അനോമലസ് ബിഹേവിയറിൻ്റെയും കൂടെ തന്നെ ഇതിന് കാറ്റനേഷൻ ഉണ്ട്, ഒപ്പം തന്നെ തെർമൽ സ്റ്റെബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി 2 ടൈപ്പ് ഓർബിറ്റൽ ഓവർലാപ്പാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 2 ടൈപ്പിലാണ് ഓവർലാപ്പ് ചെയ്യുക, സിഗ്മ ആൻഡ് പൈ അല്ലേ. ഈ സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം SS-ഉം പറ്റും, SP-യും പറ്റും, PP-യും പറ്റും. ആൻഡ് പൈ ഓൾസോ ഓർബിറ്റൽ ഓവർലാപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, ഈ ഓക്സിജനൊക്കെ ആയിട്ട് നമ്മൾ ഈ ജനറൽ ക്യാരക്ടറിസ്റ്റിക് പറയുന്ന ഒരു കാര്യമാണ്, കാർബണിന് നൈട്രജൻ ആൻഡ് ഓൾസോ ഹൈഡ്രജനായിട്ട് സ്ട്രോങ് ഒരു അഫിനിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. അത് നിങ്ങൾ ഓർത്തിരിക്കുക. കാർബണിൻ്റെ ഒരു പ്രത്യേക ഒരു യുണീക്നെസ് ആണ് കാർബൺ നൈട്രജനായിട്ടും അതേപോലെ തന്നെ ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന, കമ്പസ്റ്റന് സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. സോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് ഉള്ളത് എങ്കിൽ, ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷനാണ് നമ്മൾ നടക്കുന്നത് കാർബൺ. അവിടെ നമുക്കറിയാം ഒരു ടോക്സിക് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അതായത് നടക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് വിച്ച് ഈസ് എന്താണ്, ഒരു ടോക്സിക് ഗ്യാസ് ആണ്. ഓൾസോ ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്, അതൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ലിമിറ്റഡ് എന്നുള്ളത് എക്സസ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്കറിയാവുന്ന ഒരു വാതകം തന്നെയാണ് ഉണ്ടാകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, വിച്ച് ഈസ് എൻ അസിഡിക് ഓക്സൈഡ്. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ബേസിക് റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് എന്തായാലും അറിയണം. കാരണം
തുടർന്ന് വരുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിലും നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അതിൻ്റെ ഒരു ലിങ്ക് വെച്ചിട്ട് ഒക്കെ ലിങ്ക് ചെയ്ത് പഠിക്കാനുള്ള കാര്യമാണ്. അതായത് കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതേപോലെ തന്നെ മെറ്റലർജിയിലൊക്കെ അത് വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അസിഡിക് ഓക്സൈഡ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാനേ പാടില്ല. ദിസ് ഈസ് ബേസിക്. ഓക്കെ, അസിഡിക് ഓക്സൈഡ്. നെക്സ്റ്റ്, റെഡ്യൂസിങ് നേച്ചർ. കാർബണിൻ്റെ റെഡ്യൂസിങ് നേച്ചറാണ്. അത് നമ്മൾ മെറ്റലർജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റൽസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അയണിൻ്റെ ഓക്സൈഡിൽ നിന്ന് നമുക്ക് അയൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബൺ യൂസ് ചെയ്താൽ നമുക്കവിടെ അയൺ കിട്ടും. ഈ റിയാക്ഷൻ നിങ്ങൾ മെറ്റലർജിയിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഇൻ മെറ്റലർജി. റിഡക്ഷൻ ഓഫ് അയൺ എന്നുള്ള സ്ഥലത്ത് മെറ്റലർജിയിൽ വരുന്ന ഒരു റിയാക്ഷനാണ്. നിങ്ങളിത് ഓർത്തിരിക്കുക. മെറ്റലർജി പറയുന്ന സമയത്ത് നമ്മളിതൊന്നുകൂടെ പറയുന്നതായിരിക്കും. ആ സമയത്ത് ഞാനിത് വീണ്ടും പഠിപ്പിക്കില്ല, ഞാൻ വീണ്ടും പറയില്ല. ഇപ്പം നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് അഫിനിറ്റി ടുവാർഡ്സ് ഓക്സിജൻ, കാർബണിൻ്റെ അഫിനിറ്റി ടുവാർഡ്സ് ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. ദാറ്റ്സ് വൈ ഇത്രയും പെട്ടെന്നൊരു കമ്പസ്റ്റൻ നടക്കാൻ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഫോം ചെയ്യുന്നത് എന്താണ്? കാർബൈഡ്സ് ഫോം ചെയ്യും. 3 ടൈപ്സ് ഓഫ് കാർബൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അയണിക് കാർബൈഡ്സ്, സെക്കൻഡ് കോവാലൻറ്റ്, തേർഡ് വൺ വന്നിട്ട് ഇൻഡർസ്റ്റീഷ്യൽ കാർബൈഡ്സ്. ഓക്കെ, ഈ അയണിക് കാർബൈഡ്സിന് നമുക്ക് കാൽഷ്യം കാർബൈഡ് എക്സാമ്പിളായിട്ട് പറയാം. കോവാലൻറ്റിന് നമ്മൾ സിലിക്കൽ കാർബൈഡാണ് എക്സാമ്പിളായിട്ട് പറയാറ്. പിന്നെ അയണിൻ്റെ കാർബൈഡാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സിൻ്റെ കേസിൽ വരുന്നത്. ഇനി ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ബേസിക്കലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് നമ്മൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സിനെ പറ്റി നമ്മളൊരു ബ്രാഞ്ചിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഹൈഡ്രോ കാർബൺസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി റിയാക്ഷൻ വിത്ത് ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കാർബൺ ഫോം ചെയ്യുന്നത് ടെട്രാഹാലൈഡ്സ് ആണ്. അതായത് CCl4 അല്ലെങ്കിൽ CF4 എന്നൊക്കെ പറയുന്ന ടെട്രാഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? കോവാലൻ്റ് ആണ് കേട്ടോ. കോവാലൻ്റ് ആണ്. എന്തുകൊണ്ടാണ് കോവാലൻ്റ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണിൽ ഇനേർട്ട് പെയർ എഫക്റ്റ് നടക്കുന്നില്ല. ആബ്സെൻസ് ഓഫ് ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ഇനേർട്ട് പെയർ എഫക്റ്റ് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് കോവാലൻ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച സംഭവം, അത് അസിഡിക് ആണെന്നുള്ള കാര്യം മറന്നു വരുത് കേട്ടോ. ഈ അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡ് ഒരു ബേസ് ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? കാർബണേറ്റ് ഫോം ചെയ്യും കേട്ടോ. കാർബണേറ്റ് ഫോം ചെയ്യും പ്ലസ് വാട്ടർ. തെർമലി സ്റ്റേബിൾ ആണ് കാർബൺ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആലോട്രോപ്സിനെ പറ്റിയിട്ടാണ്. കാർബണിൻ്റെ ആലോട്രോപ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആലോട്രോപ്പാണ് ഏത്? നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഡയമണ്ടിൽ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. sp3 ആണ് ഡയമണ്ടിൽ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ആൻഡ് അവിടെ ഉള്ളതൊരു 3 ഡയമെൻഷണൽ ടെട്രാഹെഡ്രൽ നെറ്റ്വർക്കാണ്. അതായത് കാർബൺ ഇങ്ങനെ ടെട്രാഹെഡ്രൽ, അതായത് 4 വാലൻസിയിലും വീണ്ടും കാർബൺസ് വന്നിട്ട് ഇതൊരു 3 ഡയമെൻഷനിൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നുണ്ടാവും. സോ ദാറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ആ ഒരു ലാറ്റിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് യൂണിവേഴ്സിലുള്ളതിൽ വെച്ചിട്ട്. അത് ഓർത്തിരിക്കുക, ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് അല്ലേ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു 3D നെറ്റ്വർക്ക്. ഇതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ അറിയാൻ വേണ്ടി നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ഡയമണ്ട് എന്ന ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സോ ദാറ്റ് ആ ഒരു വിഷ്വൽ ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഇത് വേഗം ഇതിൻ്റെ ഒരു ഹൈബ്രിഡൈസേഷനും ഒക്കെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് നിങ്ങൾ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. സോ ആ പിക്ചർ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിൻ്റെ ബോണ്ട് ആംഗിളും കൂടെ ഒന്ന് നോക്കണേ, അതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. ഈ ഇലക്ട്രിക്കൽ ഇൻസുലേഷന് കാരണവും എന്താണ്? ഈ ഒരു 3D നെറ്റ്വർക്ക് തന്നെയാണ്. ബട്ട് ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട് കേട്ടോ.
ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം അടുത്ത നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിൽ പക്ഷേ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഇതൊരു പ്ലാനാർ ഷീറ്റ് ലൈക്ക് ആണ്. അതിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്ലാനാർ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. ഈ sp2 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ ഒരു ലോൺ പെയറിൻ്റെ വേക്കൻസി ഉണ്ടാവില്ലേ, ആ ലോൺ പെയർ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ, അതായത് 3 ഓരോ കാർബണും ഇങ്ങനെ 3 വേറെ കാർബണുമായിട്ടേ ലിങ്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഒരു വാലൻസി ഉണ്ടാവുമല്ലോ, ആ വാലൻസിയിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ, ആ പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? വീക്ക് വാൻഡർവാൾസ് ഫോഴ്സസിന് കാരണമാവും. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താണ്, കണ്ടക്ടറാണ്. അവിടെ ഇലക്ട്രോൺസ് വെറുതെ നിൽക്കുന്നുണ്ടല്ലോ, സോ ദാറ്റ് അത് നല്ലൊരു കണ്ടക്ടറാണിത്. മറ്റേ നെറ്റ്വർക്ക് സ്ട്രക്ചറിലല്ല, ടെട്രാഹെഡ്രൽ നെറ്റ്വർക്കിലല്ല, സോ ദാറ്റ് ഇതിന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നല്ലൊരു ലൂബ്രിക്കൻ്റ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇത് പ്ലാനാർ ഷീറ്റ് ലൈക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്ലാനാർ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഒരു ലെയർ മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഗ്രാഫീൻ എന്ന് പറയും. ഈ ഗ്രാഫീൻ റോൾ ചെയ്തിട്ട് ഒരു ട്യൂബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. കാർബൺ നാനോ ട്യൂബ്സ് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ വാൾഡ്, ഇതൊക്കെ നമ്മൾ നാനോ ടെക്നോളജിയിൽ പഠിക്കേണ്ട കേട്ടോ, ഞാനിവിടെ പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. സിംഗിൾ വാൾഡ് ആൻഡ് മൾട്ടി വാൾഡ് ഉണ്ട്. ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ? ഇനി കാർബണിൻ്റെ അമോർഫസ് ഫോംസ് ഉണ്ട്, ഈ ഗ്രാഫൈറ്റും ഗ്രാഫീനും ഒന്നും അല്ലാണ്ട്. അതായത് ചാർക്കോള്, കോള്, കോക്കൊക്കെ. ഈ കോളിൻ്റെ ഫോംസ് ഉണ്ടല്ലോ, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്, അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഞാൻ പറയണില്ല, ഇനി പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അമോർഫസ് ഫോംസിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 15ലേക്ക് പോകാണ്ട് അമോർഫസ് ഫോംസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. സോ ദാറ്റ് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. HSSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ട്സ് വേണമെങ്കിലും നിങ്ങൾ പറയൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുക, അതിനനുസരിച്ച് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. ഹാൻഡ് റിട്ടൺ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. സോ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.